അപ്പം കുറച്ച് MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is correct according to the technology deployed by DBM? Pointers are used to maintain transactional integrity and consistency. Cursors are used to maintain transactional integrity and consistency. Logs are used to maintain transactional integrity and consistency. Triggers are used to maintain transactional integrity and consistency. എന്താ ആൻസർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ട്രാൻസാക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ആകപ്പാടെ ഡിസ്കസ് ചെയ്യുന്ന ഇതിലുള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഏതാ? പോയിന്റ്. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പോർഷൻ, DBMS പോർഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് പോയിന്റർ ആണോ പറയുന്നത്, കേഴ്സർ ആണോ പറയുന്നത്, ലോക്ക് ആണോ പറയുന്നത്, ട്രിഗേഴ്സ് ആണോ പറയുന്നത്, വിച്ച് ഡീൽസ് വിത്ത് കൺസിസ്റ്റൻസി ആൻഡ് ഇന്റഗ്രിറ്റി? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ 2 phase ലോക്കിംഗ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ അങ്ങനെ ലോക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം പഠിക്കുന്നത് എവിടെ? ട്രാൻസാക്ഷനകത്തല്ലേ? പഠിച്ചിട്ടില്ലേ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് പോർഷനായിട്ട്, ആസിഡ് പ്രോപ്പർട്ടി ഒക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? ട്രാൻസാക്ഷൻ പഠിച്ചിട്ടില്ലേ? ആസിഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രാൻസാക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി കണ്ടതാണ്, നിങ്ങളുടെ നോട്ട് അതിനകത്തുണ്ട്. ട്രാൻസാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ആ പോർഷൻ പഠിച്ചെത്തിയിട്ടില്ലാത്തവര് ഓർത്ത് വെച്ചേക്കുക, ലോക്കാണ് എന്തിനെ യൂസ് ചെയ്യണേ? കൺസിസ്റ്റൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. അത് മറന്നുപോലെ. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന DBMSന്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ലോക്കാണ്. നിങ്ങൾ അതിനകത്ത് അതായത് എന്താണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺകറൻസി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാറുണ്ട്. അതിനകത്ത് എന്താണ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. ലോക്കിംഗ് പ്രോട്ടോകോൾ. ഓക്കെ, ആ ലോക്കിംഗ് പ്രോട്ടോകോൾസിനകത്ത് തന്നെ നിങ്ങൾക്ക് അത്രയും വാസ്റ്റ് പോർഷൻ ആയിട്ട് വേണ്ട. പക്ഷേ ലോക്ക് എന്ന് പറയുന്ന സംഭവമാണ് കൺകറൻസി, ഇന്റഗ്രിറ്റി, കൺസിസ്റ്റൻസി എന്നുള്ള വാക്കുകൾ വന്നാൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വേർഡ് എന്താണ്? ലോക്കാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ലോക്കാണ്, ലോക്കിംഗ് പ്രോട്ടോകോൾസ് ആണ് നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. കൺകറൻസി ഇതിന്റെ വേറൊരു പേരായിട്ട് നമുക്ക് വേണേൽ പറയാം. കൺകറൻസി, കൺസിസ്റ്റൻസി, ഇന്റഗ്രിറ്റി ഒക്കെ ഒരേ ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് ലോക്കിംഗ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ലോക്സ് ആണ് നമുക്ക് ട്രാൻസാക്ഷൻ ഇന്റഗ്രിറ്റി ആൻഡ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി. ഓക്കെ, അത് ആ ലോക്കിങ്ങിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, പക്ഷെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സൂപ്പർ കീ ഇൻ റിലേഷണൽ സ്കീമ വിത്ത് ആട്രിബ്യൂട്ട്സ് V, W, X, Y, Z ആൻഡ് പ്രൈമറി കീ VY? ഇതൊന്ന് ആലോചിച്ചിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. ഒന്ന് ആലോചിച്ചേ. സൂപ്പർ കീ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. പ്രൈമറി കീ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് VY, പ്രൈമറി കീ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൂപ്പർ കീ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എന്തായാലും ഈ പ്രൈമറി കീ അതിനകത്ത് വരും. ഇതിന്റെ കൂടെ അഡീഷണൽ ആട്രിബ്യൂട്ട് വരുമെന്നേ ഉള്ളൂ അല്ലെ സൂപ്പർ കീക്കകത്ത്. ഓക്കെ, അതായത് പ്രൈമറി കീ അറ്റ്ലീസ്റ്റ് സൂപ്പർ കീയില് പ്രൈമറി കീ എങ്കിലും വരണം, പക്ഷെ ഇതിന്റെ കൂടെ അഡീഷണൽ ആട്രിബ്യൂട്ടും കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ വിയും വൈയും വരണമല്ലോ അല്ലെ? വിയും വൈയും വന്നാലേ അത് പ്രൈമറി കീ ആകത്തുള്ളൂ. പ്രൈമറി കീയുടെ കൂടെ അഡീഷണൽ ആട്രിബ്യൂട്ട് കൂടി വരണം. അത് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ അറിയില്ല. അതായത് പ്രൈമറി കീ ഇപ്പൊ ID ആണെങ്കിൽ സ്കീമയിൽ ഇപ്പം ID, നെയിം, ഏജ്, അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ സ്കീമയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് സ്കീമയാണെന്ന് വിചാരിക്കുക. പ്രൈമറി കീ ID ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൂപ്പർ കീസ് ഏതൊക്കെ വരാം?
ഐ ഡി വരാം, ഐ ഡി കോമ നെയിം, ഐ ഡി നെയിം ഒരുമിച്ച് വരാം, ഐ ഡി ഏജ് ഒരുമിച്ച് വരാം, ഐ ഡി അഡ്രസ് വരാം, ഐ ഡി നെയിം ഏജ് 3 വരാം, അതുപോലെ ഐ ഡി നെയിം അഡ്രസ് അങ്ങനെ വരാം. അതായത് എല്ലാത്തിനകത്ത് ആ പ്രൈമറി കീ എന്തായാലും ഉണ്ടായിരിക്കണം അല്ലേ? അതുപോലെ ആ പ്രൈമറി കീ അതുപോലെ വരണം. അതിന്റെ കൂടെ അഡീഷണൽ എത്ര ആട്രിബ്യൂട്ട് വേണമെങ്കിലും വരാം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കീ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് നമുക്ക് നോട്ട് എ സൂപ്പർ കീ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനകത്തും വി വൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഇതിനകത്ത് വി വൈ ഉണ്ടോ? വിയും വൈയും ഉണ്ട്, അതിന്റെ കൂടെ അഡീഷണൽ വരും. അപ്പൊ ഇതെന്താണ്? സൂപ്പർ കീ ആണ്. ഇത് നോക്കിയേ, വി ഉണ്ട്, വൈ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? സൂപ്പർ കീ അല്ല. കാരണം വിയും വൈയും വന്നാലേ അത് പ്രൈമറി കീ ആവുള്ളൂ. പ്രൈമറി കീയുടെ കോമ്പിനേഷൻ വന്നാലേ സൂപ്പർ കീ ആകത്തുള്ളൂ. ഇവിടെ വി മാത്രമേ ഉള്ളൂ, വൈയും കൂടി വരണം. ഇവിടെ വൈ ഇല്ല, അതുകൊണ്ട് ഇത് സൂപ്പർ കീ അല്ല. ഇവിടെ നോക്കിയേ, വിയും വൈയും ഉണ്ട്, അതിന്റെ കൂടെ വേറെ ആട്രിബ്യൂട്ട്സ് വരും. അപ്പൊ ഇതെന്താണ്? സൂപ്പർ കീ ആണ്. ഇവിടെ നോക്കിയേ, വിയും വൈയും ഉണ്ട്, അതിന്റെ കൂടെ വേറെ ആട്രിബ്യൂട്ട്സ് വരും. അപ്പൊ ഇതെന്താണ്? സൂപ്പർ കീ ആണ്. അപ്പൊ ആൻസർ എന്താ? അല്ലാത്തത് ഏതാണ്? സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. എ പ്രൈം ആട്രിബ്യൂട്ട് ഓഫ് എ റിലേഷൻ സ്കീമ ആർ ഈസ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് അപ്പിയേഴ്സ് in all candidate keys of R, in some candidate keys of R, in a foreign key of R, only in the primary key of R. ആൻസർ പറഞ്ഞേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിക്കണം, എന്താണ് പ്രൈം ആട്രിബ്യൂട്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അറിയാത്തവർ ശ്രദ്ധിച്ചേ. പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീയിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീയിൽ, പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീയുടെ പോർഷൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഐ ഡി എന്ന് തന്നെന്ന് വിചാരിക്കുക. അപ്പൊ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഐ ഡി എടുക്കാം. കാരണം എന്താണ്? പ്രൈമറി കീയുടെ പോർഷൻ ആണ് ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നമ്മുടെ കയ്യിൽ തരുന്ന പ്രൈമറി കീ ഐ ഡി കോമ നെയിം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ? ഐ ഡിയും വരും, നെയിമും വരും, സെപ്പറേറ്റ്. ഐ ഡിയും നെയിമും, അതായത് പ്രൈമറി കീയുടെ പോർഷൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? അതാണ് പ്രൈം ആട്രിബ്യൂട്ട്. ഇനി നോക്കിയേ, അതായത് പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ വരും. ഇനി നമ്മുടെ കയ്യിൽ ഇതാണ് കാൻഡിഡേറ്റ് കീ, നമ്മൾ വേറൊരു കാൻഡിഡേറ്റ്, നമ്മൾ പ്രൈമറി കീ കാൻഡിഡേറ്റ് കീ എല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. കാൻഡിഡേറ്റ് കീയിൽ ഒരെണ്ണമാണ് പ്രൈമറി കീ. ഓക്കെ, അപ്പൊ കാൻഡിഡേറ്റ് കീ നമ്മൾ വേറെ ഒരു സ്കീമയുടെ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് ഐ ഡി നെയിം, ഇതൊരു കാൻഡിഡേറ്റ് കീ ആണ്. ഐ ഡി ഏജ് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഐ ഡി അഡ്രസ് ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്? അല്ലെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്താണ്? പറഞ്ഞേ. പ്രൈമറി കീയുടെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായിട്ടുള്ള ആട്രിബ്യൂട്ടുകളെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നേക്കാണ് കാൻഡിഡേറ്റ് കീ ഒന്നിൽ കൂടുതൽ വരാമല്ലോ. ഒരു സ്കീമയുടെ കാൻഡിഡേറ്റ് കീ തന്നേക്കുന്നു ഐ ഡി കോമ നെയിം, ഐ ഡി കോമ ഏജ്, ഐ ഡി കോമ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ എന്ന് പറഞ്ഞേ. ഐ ഡി, നെയിം, ഏജ്, അഡ്രസ്. ഐ ഡി, നെയിം, ഏജ്, അഡ്രസ് അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ നെയിമും ഏജും അഡ്രസ്സും എല്ലാത്തിലും ഇല്ലല്ലോ. അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായാൽ മതി. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായാൽ മതി.
എല്ലാ കാൻഡിഡേറ്റ് കീയുടെ ഭാഗമാകണമെന്നും നിർബന്ധമില്ല. ഓക്കെ, നെയിം എന്ന് പറയുന്നത് ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ, ഏജ് എന്ന് പറയുന്നത് രണ്ടാമത്തേൽ മാത്രമേ ഉള്ളൂ, അഡ്രസ് എന്ന് പറയുന്നത് മൂന്നാമത്തേൽ മാത്രമേ ഉള്ളൂ. ഐ ഡി എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഐ ഡിയും പ്രൈം ആട്രിബ്യൂട്ട് ആണ്, ഏജും പ്രൈം ആട്രിബ്യൂട്ട് ആണ്, നെയിമും പ്രൈം ആട്രിബ്യൂട്ട് ആണ്, അഡ്രസ്സും പ്രൈം ആട്രിബ്യൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? ഏതെങ്കിലും ഒരു എന്ന് വെച്ചാൽ എന്താ? ഇൻ സം കാൻഡിഡേറ്റ് കീ ഓഫ് ആർ. ഏതെങ്കിലും കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായാൽ മതി. എല്ലാ കാൻഡിഡേറ്റ് കീയുടെയും ഭാഗമാകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ഐ ഡി മാത്രമേ പ്രൈം ആട്രിബ്യൂട്ട് വരത്തുള്ളൂ. ഇത് അങ്ങനെയല്ല. പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായാൽ മതി. സോ ഇൻ സം കാൻഡിഡേറ്റ് കീ ഓഫ് ആർ. ക്ലിയർ ആണോ ഈ കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ ഇൻ സം കാൻഡിഡേറ്റ് കീ ഓഫ് ആർ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് എ റിലേഷൻ ഇൻ ഡേറ്റാബേസ് ചൂസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. There can be more than one super key. A candidate key is a minimal super key. One of the candidate key is designated as a primary key. Primary key is obtained by removing one or more attributes from candidate key. ഇതിൽ ഏതാണ് false statement? There can be more than one super key. ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ഒരു സ്കീമയിൽ ഒന്നിൽ കൂടുതൽ സൂപ്പർ കീ വരാം. കാൻഡിഡേറ്റ് കീ ഇസ് എ മിനിമൽ സൂപ്പർ കീ. അത് കാൻഡിഡേറ്റ് കീയുടെ ഡെഫിനിഷൻ തന്നെയാണ്. മിനിമൽ സൂപ്പർ കീ കാൻഡിഡേറ്റ് കീ. ആ കാൻഡിഡേറ്റ് കീ കൂടുതൽ കുറെ കാൻഡിഡേറ്റ് കീയിലുള്ളതിൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ചൂസ് ചെയ്യുന്ന കീ ആണ് പ്രൈമറി കീ. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീസ് ഡെസിഗ്നേറ്റഡ് ആസ് പ്രൈമറി കീ. പിന്നെന്താ ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ എന്ന് ഒന്നോ രണ്ടോ ആട്രിബ്യൂട്ട് എടുത്ത് കളയുമ്പോൾ ഉള്ള സാധനമാണോ? അല്ല. കാൻഡിഡേറ്റ് കീ ഉള്ള കാൻഡിഡേറ്റ് കീയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ പ്രൈമറി കീ ആക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. ഒരു ആട്രിബ്യൂട്ട് കളഞ്ഞോ അല്ലെ മോഡിഫൈ ചെയ്തിട്ടോ ഒന്നും അല്ല നമ്മൾ പ്രൈമറി കീ ആക്കി മാറ്റുന്നത്. അപ്പൊ സോ ആൻസർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫോർത്ത് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. അസ്യൂം ദാറ്റ് എ ബി ഡിറ്റർമിൻസ് സി, സി ഡിറ്റർമിൻസ് ഡി ആൻഡ് ഡി ഡിറ്റർമിൻസ് എ ആർ സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈഡ് ബൈ ദ റിലേഷൻ. വാട്ട് ആർ ദ കാൻഡിഡേറ്റ് കീ ഓഫ് ദ റിലേഷൻ? എന്തു ചെയ്യണം? ആ ഓപ്ഷൻ ഓരോന്ന് എടുക്കുക, അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അതായത് ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ടും കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയും. ലാസ്റ്റ് ക്ലാസ്സിൽ 2-3-4 ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പൊ നോക്കുക, ആദ്യം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം എ ബിയുടെ ക്ലോഷർ കണ്ടുപിടിക്കാം. എ ബിയുടെ ക്ലോഷർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. എ ബിയുടെ ക്ലോഷർ ആണെങ്കിൽ ആദ്യം നമ്മൾ കണ്ണുമ്പുട്ടി എന്താ എഴുതണം? എയും ബിയും എഴുതണം. തെറ്റില്ല. ഇനി എയും ബിയും വെച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. എയും ബിയും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാം. സി വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. അപ്പൊ എ ബി സി ഡി മാത്രമേ ഉള്ളൂ. അപ്പൊ എ ബി സി ഡി ഫുള്ള് കിട്ടുന്നുണ്ട്. സോ എ ബി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്. സി ഡി കാൻഡിഡേറ്റ് കീ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സി ഡിയുടെ ക്ലോഷർ എടുക്കുക. സി ഡി ക്ലോഷർ എടുക്കണമെങ്കിൽ സിയും ഡി ആദ്യം നമ്മൾ സെറ്റിൽ എഴുതണം. എന്നിട്ട് നോക്കുക, സി വെച്ചിട്ട് സിയും ഡിയും വെച്ച് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഡി വെച്ചിട്ട് എ കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുമോ? ബി കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സി ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ അല്ല. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വെട്ടാം. ഈ ഓപ്ഷനും വെട്ടാം, കാരണം സി ഡി കാൻഡിഡേറ്റ് കീ അല്ലല്ലോ. അപ്പൊ ഡി അടുത്ത നോക്കിയേ, ഡി ബിയുടെ ക്ലോഷർ കണ്ടുപിടിക്കാം. ഡി ബിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഡിയും ബിയും എടുത്ത് എഴുതുക. എന്നിട്ട് ഡിയും ബിയും വെച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഡി വെച്ചിട്ട് എ കണ്ടുപിടിക്കാം. അപ്പൊ എയും ബിയും വെച്ച് ദാണ്ടേ സി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എ ബി സി ഡി കിട്ടിയല്ലോ. അപ്പൊ ഡി ബി എന്താണ്? കാൻഡിഡേറ്റ് കീ ആണ്. അപ്പൊ എ ബിയും ഡി ബിയും കാൻഡിഡേറ്റ് കീ ആണ്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കാൻഡിഡേറ്റ് കീ എന്നാണ് ചോദിച്ചേക്കുന്നത്. എ ബി ഓൾറെഡി കാൻഡിഡേറ്റ് കീ ആയാൽ എ ബി സി ഡി എന്ന് പറയുന്നത് സൂപ്പർ കീയേ ആവത്തുള്ളൂ, കാൻഡിഡേറ്റ് കീ ആവത്തില്ല. അപ്പൊ ഇത് അപ്പോഴേ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയാത്തവർ വർക്കൗട്ട് ചെയ്ത് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.